സന്തോഷം. അതുപോലെ നമുക്ക് ഒരു എഞ്ചിനീയർ ആവശ്യമാണെന്ന് നമ്മൾ കണ്ടപ്പോൾ അതുപോലെ നമ്മുടെ ദേവാലയത്തിന് നേതൃത്വം തന്ന് ഈ പണിയൊക്കെ സഹായിച്ച് എല്ലാം നടത്തിയതായ പി.ടി. ചെറിയാൻ അച്ഛനും ഞങ്ങളുടെ ഇടവകയുടെ ഒരു ചെറിയ ഉപഹാരം ഈ സമയത്ത് സമർപ്പിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്ത് പകരം നൽകും? രക്ഷയുടെ പാനപാത്രമെടുത്ത് ഞാൻ എല്ലാ കാലത്തും വാഴും. അത്യുന്നതനായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്നതായ ഈ ദേവാലയം പണിയുവാനായിട്ട് ആലോചനയും ശക്തമായ നേതൃത്വം നൽകി തന്നത് അഭിമന്യ നമ്മുടെ ഭദ്രാസന അധിപനായിരിക്കുന്ന അത്താന്യോസിസ് തിരുമേനിയാണ്. അത്താന്യോസിസ് തിരുമേനിയെ പോന്നി ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയുടെ പേരിലും സെക്രട്ടറി എന്നുള്ള പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദിയും സ്നേഹവും സമയത്ത് അറിയിക്കുന്നു. നമ്മളുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത് സഹായിച്ചത് കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് സാറാണ്. സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ദേഹം കൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കയർ റവന്യൂ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അടൂർ പ്രകാശ് സാറാണ്. സാറ് 1.5 മാസം മുമ്പ് ഇതിന് ഉദ്ഘാടനത്തിന് വേണ്ടി ഞാൻ ചെന്ന് വിളിച്ചപ്പോൾ വളരെ ആത്മാർത്ഥത്തോടുകൂടി ഇവിടെ വരുമെന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞ് പ്രോഗ്രാം എല്ലാം ചെയ്തതാണ്. എന്നാൽ പെട്ടെന്ന് ഇന്ന് സാറിന് തൃശ്ശൂര് ഇടുക്കിയില് ഒരു സ്വല്പസമയം നേരത്തെ ഇവിടെ വന്നുപോയി. നമ്മുടെ MP നമ്മളെ പൊതുയോഗം തുടങ്ങുന്നതിന് മുമ്പ് MP തിരിച്ചുപോയി. MP-യോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. അനുഗ്രഹ പ്രഭാഷണം നമ്മെ സഹായിച്ചത് വലിയ റവറൻ P.T. തോമസ് സഭാ സെക്രട്ടറി അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. സമയപരിധി കുറവുകൊണ്ട് നമുക്ക് നേതൃത്വം തന്ന അല്ലെ ആശംസ അറിയിച്ച എല്ലാ വൈദികരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ വൈദികരെയും ഉള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ആദരണീയനായ ജനപ്രതിനിധികൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, വന്ന് ചേർന്നവരെയും എന്നുള്ള ഇടവേട നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള NSSൻ്റെ കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ദാമോദരൻ ചേട്ടന്, അതുപോലെ ഈ ഇവിടുത്തെ മൗലവി, അവർ രണ്ടുപേരും നമ്മൾ വിളിച്ചപ്പോൾ നമ്മളോട് വന്ന് സഹകരിച്ചു. അവരോടുള്ള പ്രത്യേക നന്ദി ഇടവകയുടെ പേരിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഇടവകയുടെ സമീപ പ്രദേശത്തുള്ളതായ ഇതര സഭാവിശ്വാസികൾ, നമ്മുടെ ഇടവകയിലെ അംഗങ്ങളും നമ്മുടെ ഇടവകയിൽ അല്ലാത്തവരുമായ അനേകർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ ഈ ദേവാലയം ഈ പ്രസംഗം അധികമായാൽ അധിക പ്രസംഗമാകുമെന്ന് എനിക്കറിയാമെങ്കിലും ഇത്രത്തോളം ഭംഗിയാക്കുവാനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് രാവും പകലും പരിശ്രമിച്ച ഈ P.T. ചെറിയാൻ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഇടവകയുടെ പേരിൽ അറിയിക്കുകയാണ്. ഞങ്ങൾ ഒരു 7-8 കമ്മിറ്റി മെമ്പർമാരുണ്ട്. ഇടവക കമ്മിറ്റിയെ കൂടാതെ പള്ളിപ്പണി കമ്മിറ്റി എന്നും പറഞ്ഞ് 7 പേരെ എടുത്ത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പർച്ചേസ് കമ്മിറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യോടന്തം എല്ലാവരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. എല്ലാവരുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കൺവീനറായിട്ട് പ്രവർത്തിച്ച സൗമ്യൽ തോമസിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. അതുപോലെ ഈ ദേവാലയം പണിയുവാനായിട്ട് സാമ്പത്തികമായിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏകദേശം 7 ലക്ഷം രൂപ കൊണ്ട് ദേവാലയത്തിൻ്റെ പണി തുടങ്ങിയതാണ്. ഇവിടെ റിപ്പോർട്ടൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ട് കാണും. ഏകദേശം ഒരു 90 ലക്ഷം രൂപയിൽ കൂടുതൽ ഈ ദേവാലയം പണിയുവാനായിട്ട് ചിലവായി. കുറച്ച് പൈസ ഒക്കെ കടമുണ്ട്. അതിനകത്ത് തടി ഞങ്ങളുടേതുണ്ട്, കല്ല് ഞങ്ങളുടേതുണ്ട്, പിന്നെ അച്ഛൻ കുറേ തടികളൊക്കെ തന്നു. അങ്ങനെ അതൊക്കെ കൂട്ടുവാണെങ്കിൽ 1 കോടി രൂപയിൽ പുറത്ത് ഇത് വന്നു. അതുകൊണ്ട് ഒരു 15 ലക്ഷം രൂപയെ നിലവിൽ നമുക്ക് കടമായിട്ട് ഞങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട്. ഇത്രത്തോളം
ഭംഗിയാക്കുവാൻ സഹായിച്ച, എടുത്ത് പേര് പറയുവാനായിട്ട് പറ്റത്തില്ലെങ്കിലും 1-2 പേരുടെ അത് പറഞ്ഞില്ലെങ്കിൽ അത് പ്രയാസമാകുന്നതിൻ്റെ പേരിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് AS ഗ്രാനൈറ്റ് ഉണ്ട്, ജോൺസൺ റോക്സ് ഉണ്ട്, പ്ലാക്കാർട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പേര് പറയാൻ പറ്റാത്തതായ ഒത്തിരി പേര് ഈ ഇടവകയിൽ ആരുടെയും പേര് പറയുന്നത് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു. ആരുടെ കയ്യിലും ഇല്ലായിരുന്ന ഇല്ലായ്മയിൽ നിന്ന് ഒത്തിരി തന്ന് സഹായിച്ച എല്ലാവരെയും ഈ കോന്നി ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കിലും എൻ്റെ വ്യക്തിപരമായുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്, അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അങ്ങനെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സൗണ്ട് സിസ്റ്റം, അതുപോലെ വീഡിയോ എടുത്ത് സഹായിച്ചവർ, ഫോട്ടോ എടുത്ത് സഹായിച്ച ജോബിന്, വീഡിയോ എടുത്ത ദൃശ്യ സ്റ്റുഡിയോ, അങ്ങനെ എല്ലാവരോടും ഇതിന് ആരൊക്കെ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അവസാന തലത്തിലേക്ക് രക്ഷാകർത്തവരെ കൊണ്ടുവന്ന പുതുവത്സരത്തിലെ നാളുകളിലും ആയുസ്സിൻ്റെ ദിനങ്ങളിലും നീ ഇമ്മാനുവേലായി കൂടെ എനിക്ക് ഹാനോക്കിനെ പോലെ നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഈ പുതിയ ദേവാലയത്തിലെ ആരാധനയും കൂടി ഒരു തിരുവനന്തപുരം ധ്യാനവും മുഖാന്തരമാക്കുകയും എല്ലാ തിരുനാമഹത്വത്തിലാക്കി തീർക്കുകയും ചെയ്യണം. അന്ധകാരം ഭൂമിയിൽ മൂടുന്നു, നീതിയിൽ സൂര്യനായ യേശുവിലേക്ക് നോക്കി വെളിച്ചം സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും പ്രവേശിക്കുന്ന ഈ രാത്രി വിശ്രമത്തിൻ്റെതാക്കി വിരീതമെങ്കിൽ പ്രഭാതത്തോടുകൊണ്ട് ഈ പുതിയ ദേവാലയത്തിൽ നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും